നമസ്കാരം. കേരളത്തിലെ ബിസിനസ്സുകൾ ഇന്ന് ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം സെക്ടറിലെ ബിസിനസ്സുകൾ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിൽ നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഈ വീഡിയോയിലൂടെ കേരളത്തിലെ ബിസിനസ്സുകൾ സെയിൽസിൽ നേരിടുന്ന 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളും അവയെ എങ്ങനെ മറികടക്കാം എന്നും നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ ബിസിനസ്സുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വലിയ കമ്പനികളിൽ നിന്ന് നേരിടുന്ന മത്സരമാണ്. ഈ കമ്പനികൾക്ക് പലപ്പോഴും കൂടുതൽ റിസോഴ്സസും ശക്തമായ ബ്രാൻഡ് പ്രസൻസും ഉണ്ടായിരിക്കും. ഇത് ചെറിയ ബിസിനസ്സുകാർക്ക് മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വലിയ കമ്പനികളുമായി നേരിട്ട് മത്സരിക്കുന്നതിന് പകരം നിങ്ങളൊരു നിഷ് മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എന്താണ് നിഷ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ USP എന്താണോ അതാണ് നിഷ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു യോഗ ടീച്ചറാണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് യോഗ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ ബാക്ക് പെയിൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളുടെ നിഷ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക കസ്റ്റമർ ബേസിനെ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും അതിനു വേണ്ടി മാർക്കറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. കേരളത്തിന്റെ ബിസിനസ് കൾച്ചറിൽ റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, പാർട്ട്നേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി തന്നെ സമയം കണ്ടെത്തുക. വലിയ കമ്പനികളുമായി മത്സരിക്കുന്നതിന് ടെക്നോളജി ഒരു പരിധിവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമർ കെയർ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ വലിയൊരു കസ്റ്റമർ ബേസിലേക്ക് എത്തുന്നതിനും നിങ്ങളെ ടെക്നോളജി സഹായിക്കും. ഇതിനു വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇവയൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഉപയോഗപ്പെടുത്താനാവും. കേരളത്തിലെ ബിസിനസ്സുകൾ നേരിടുന്ന മറ്റൊരു ചലഞ്ചാണ് ക്വാളിഫൈഡ് ലീഡ്സിന്റെ കുറവ്. ഇത് നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിനും ബിസിനസ് വളർത്തുന്നതിനും ഒരു തടസ്സമായിട്ട് മാറാറുണ്ട് പലപ്പോഴും. ക്വാളിഫൈഡ് ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ശരിയായ ആളുകളിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആരാണ് ഐഡിയൽ കസ്റ്റമേഴ്സ്? നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കസ്റ്റമേഴ്സ് ആണ് ഐഡിയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, ഇത് എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് എന്നൊക്കെ. അവരാണ് ഐഡിയൽ കസ്റ്റമർ. നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിനായിട്ട് ഹൈ ക്വാളിറ്റി കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതിലിപ്പോൾ ബ്ലോഗ്സ് ആവാം, പോസ്റ്റേഴ്സ് ആവാം, വീഡിയോസ് ആവാം. ഇവയൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. കേരളത്തിലെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ മികച്ച ഒരു മാർഗം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ കണ്ടന്റുകൾ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായി സ്ഥിരമായി ഇടപഴകുകയും ചെയ്യാൻ ശ്രമിക്കുക. ക്വാളിഫൈഡ് ലീഡ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ക്ലോസ് ചെയ്യുന്നതിന് കേരളത്തിലെ ബിസിനസ്സുകാർ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രൈസ് സെൻസിറ്റിവിറ്റി, വിശ്വാസക്കുറവ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ എതിർപ്പ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട്. ട്രാൻസ്പെറൻസി, സത്യസന്ധത, അതുപോലെ തന്നെ വിശ്വാസത, ഇതിലൂടെ നമ്മുടെ ബ്രാൻഡിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. നേരിട്ട് എതിർപ്പുകൾക്ക് മറുപടി പറയാൻ ഒരിക്കലും ഭയക്കരുത്. നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്ഷൻസിനെ നമ്മൾ ഒരിക്കലും മൂടി വെക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും തയ്യാറാവുക.
ഓഫറുകൾ നൽകുക എന്നുള്ളത് സെയിൽസ് ക്ലോസിങ്ങിനെ മികച്ച രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഡിസ്കൗണ്ട് ഓഫർ, ബോണസ് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. കേരളത്തിലെ ബിസിനസ്സുകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അറ്റ് ദ സെയിം ടൈം കേരള മാർക്കറ്റിലെ അവസരങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. ഈ വെല്ലുവിളികൾ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിലൂടെ കേരളത്തിന്റെ ഡൈനാമിക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള അടിത്തറയിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സെയിൽസിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.